മൂകാംബിക ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പവിത്രമായ ശക്തിപീഠങ്ങളിലൊന്നാണ്. കർണാടകയിലെ കൊല്ലൂർ ഗ്രാമത്തിന്റെ മധ്യത്തിലായാണ് ഈ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ 7 മുക്തിസ്ഥലങ്ങളിൽ ഒന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഈ ക്ഷേത്രം ദുർഗാരാധനയ്ക്കുള്ള 4 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മനോഹരമായ വാസ്തുവിദ്യയും ആരെയും അതിശയിപ്പിക്കുന്ന കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം. 4 വശവും മലകളാണ്. 12 അടി ഉയരമുള്ള ആനപ്പള്ള മതിൽ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്നു. മൂകാംബിക ക്ഷേത്രത്തിന് പടിഞ്ഞാറു ഭാഗത്ത് 1/2 കിലോമീറ്റർ മാറി മാരികാംബ അഥവാ മാരിയമ്മൻ ക്ഷേത്രം എന്ന മറ്റൊരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ നിന്ന് അല്പം മാറി സിദ്ധേശ്വര ക്ഷേത്രം എന്ന ചെറിയ ശിവക്ഷേത്രവുമുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും 2 ഇരുനില ഗോപുരങ്ങൾ കാണാം. ഗണപതി ഭഗവാന്റെ ഒരു ചെറുക്ഷേത്രം തെക്ക് കിഴക്ക് ഭാഗത്തുണ്ട്. അതിനടുത്തായാണ് തന്ത്രിമാരുടെ താമസ സ്ഥലം. ക്ഷേത്രത്തിന് തൊട്ടുമുന്നിലൂടെ അഗ്നിതീർത്ഥം എന്ന ചെറിയ ഒരു അരുവി ഒഴുകുന്നുണ്ട്. കുടജാദ്രിയിൽ നിന്ന് വരുന്ന ഈ അരുവിയും മറ്റ് 63 അരുവികളും ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് വെച്ച് സംഗമിക്കുന്നതാണ് സൗപർണിക. കിഴക്കേ നടയിലൂടെ അകത്ത് കടക്കുമ്പോൾ സ്വർണ്ണ കൊടിമരം കാണാം. അതിന് തൊട്ടുമുന്നിൽ കൊടിമരത്തിന്റെ അത്രയും തന്നെ വലിപ്പമുള്ള ദീപസ്തംഭവുമുണ്ട്. കന്നഡ ശൈലിയിലാണ് കൊടിമരത്തിന്റെ നിർമ്മാണം. ഇതിന്റെ മുകൾ ഭാഗം സ്തൂപാകൃതിയിലും താഴെയുള്ള ഭാഗം ചതുരാകൃതിയിലുമാണ്. ഏറ്റവും മുകളിൽ ദേവിയുടെ വാഹനമായ സിംഹത്തിന്റെ രൂപമുണ്ട്. താഴേക്ക് വരുമ്പോൾ വിവിധ ദേവീദേവന്മാരുടെ രൂപങ്ങളും കാണാം. ദീപസ്തംഭത്തിൽ ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. സ്തംഭ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠയുടെ പേര്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളെല്ലാം ഈ ഗണപതിയെ വണങ്ങിയേ തുടങ്ങാറുള്ളൂ. മൂകാംബിക ക്ഷേത്രത്തിൽ ഗണപതിക്ക് വലിയ പ്രാധാന്യം നൽകി വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ പലയിടങ്ങളിൽ ഗണപതി പ്രതിഷ്ഠകൾ കാണാം. ഇവിടെയുള്ള ചതുരശ്രീകോവിൽ കന്നഡ ശൈലിയിൽ കരിങ്കല്ലിൽ തീർത്തതാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലുകളെ അപേക്ഷിച്ച് കാഴ്ചയിൽ വളരെ ചെറുതാണിത്. ശ്രീകോവിലിൽ ചുവർച്ചിത്രങ്ങളോ ദാരുശില്പങ്ങളോ ഒന്നുമില്ല. ക്ഷേത്രത്തിന്റെ മുഖമുദ്രയാണ് ശ്രീകോവിലിന്റെ സ്വർണ്ണ താഴികക്കുടം. ശ്രീകോവിലിനകത്ത് ഒരു മുറിയേ ഉള്ളൂ. അതാണ് വിഗ്രഹവും സ്വയംഭൂലിംഗവും പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 4 അടി ഉയരം വരുന്ന ഇരിക്കുന്ന രൂപത്തിലുള്ള പഞ്ചലോഹ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ മൂകാംബികാ ദേവി കുടികൊള്ളുന്നു. ചതുർബാഹുവായ ദേവിയുടെ തൃക്കൈകളിൽ ശംഖചക്രമുദ്രകൾ കാണാം. പഞ്ചലോഹ വിഗ്രഹത്തിൽ വെള്ളിഗോളക ചാർത്തിയിട്ടുണ്ട്. വിഗ്രഹത്തിന്റെ തൊട്ടുമുന്നിലാണ് ക്ഷേത്രത്തിലെ മൂലപ്രതിഷ്ഠയായ സ്വയംഭൂലിംഗം. സുവർണരേഖയോട് കൂടിയ ഈ ലിംഗത്തിന് ഏകദേശം 1 അടി ഉയരം കാണും. സുവർണരേഖ ഇതിനെ 2ആയി പകുത്തിട്ടുണ്ട്. ഇവയിൽ വലത്തെ പകുതി ത്രിമൂർത്തികളെയും ഇടത്തെ പകുതി അവരുടെ ശക്തികളെയും പ്രതിനിധീകരിക്കുന്നു. നിർമാല്യ ദർശനത്തിന് മാത്രമേ ഈ രൂപത്തിൽ ദർശനമുണ്ടാകൂ. പ്രധാന വിഗ്രഹത്തിൽ അഭിഷേകം നടത്താറില്ല. എല്ലാം സ്വയംഭൂലിംഗത്തിലാണ് നടത്തുന്നത്. വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആകർഷിച്ചുകൊണ്ട് ജഗദംബികയായ ശ്രീ മൂകാംബികാ ദേവി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ശിവശക്തി ഐക്യരൂപമായി കൊല്ലൂരിൽ കുടികൊള്ളുന്നു. ശ്രീകോവിലിന് ചുറ്റും കന്നഡ ശൈലിയിൽ 4 അമ്പലം പണിതിട്ടുണ്ട്. എന്നാൽ കേരളീയ ശൈലിയിലാണ് ഇതിന്റെ മേൽക്കൂര. ഇത് ചെമ്പുമേഞ്ഞതാണ്. 4 വശത്തും വരി നിൽക്കാനുള്ള സൗകര്യവുമുണ്ട്. 4 അമ്പലത്തിനകത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് വടക്കോട്ട് ദർശനമായി ദശഭുജ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. 10 കൈകളോട് കൂടിയ ഗണപതിയാണ് ദശഭുജ ഗണപതി. അത്യുഗ്രമൂർത്തിയാണ് ദശഭുജ ഗണപതി. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ശങ്കരപീഠം സ്ഥിതി ചെയ്യുന്നു. ശങ്കരാചാര്യർ ദേവിയെ സ്തുതിച്ച് സൗന്ദര്യലഹരി എന്ന പ്രസിദ്ധമായ സ്തോത്രം എഴുതിയത് ഇവിടെ വെച്ചാണെന്ന വിശ്വാസത്തെ തുടർന്നാണ് ഈ പേര് വന്നത്. ഇവിടെ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ചില വിശേഷാൽ പൂജകൾ നടത്തുന്നത് തെക്ക് ഭാഗത്ത് തന്നെയാണ്. 4 അമ്പലത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തൊരു കിണറുണ്ട്. ഈ കിണറ്റിലാണ് പണ്ട് ത്രിമധുരം നിക്ഷേപിച്ചിരുന്നത്. പിന്നീട് ഇത് നിർത്തലാക്കി. ശ്രീകോവിലിന് ചുറ്റുമായി അകത്തെ ബലിവട്ടം പണിതിരിക്കുന്നു. ബലിക്കല്ലുകൾക്ക് കേരളീയമായ തന്ത്രപദ്ധതികളുമായി വളരെയധികം സാദൃശ്യം കാണാം. ശിവേലി സമയത്ത് ഇവിടങ്ങളിലും ബലി തൂകുന്നു. ബലിക്കല്ലുകൾ ദേവിയുടെ വികാരഭേദങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തന്മൂലം അവയിൽ ചവിട്ടുന്നതും തൊട്ട് തലയിൽ വെക്കുന്നതും അനുവദിക്കുന്നതല്ല. മൂകാംബിക ക്ഷേത്രം അക്ഷരപ്രേമികളുടെയും കലാകാരന്മാരുടെയും ഇഷ്ടസ്ഥലമത്രേ. ഭഗവതി സാന്നിധ്യം കൊണ്ട് 108 ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് 108 ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ക്ഷേത്രമാണ് മൂകാംബിക. ശ്രീ ശങ്കരാചാര്യരുടെ കാലമായ 8-ാം നൂറ്റാണ്ട് മുതൽ മൂകാംബിക ക്ഷേത്രം നിലവിലുണ്ട്.
ദ്രാവിഡ, വിജയനഗര, ഹൊയ്സാല തുടങ്ങിയ വ്യത്യസ്ത ശൈലികളുടെ മിശ്രിതമായ വാസ്തുവിദ്യയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ദേവന്മാരുടെ രൂപത്തിലുള്ള കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ച ഒരു കേന്ദ്ര ഗോപുരം ഇവിടെയുണ്ട്. ക്ഷേത്രത്തിലെ വലിയ ഹാൾ മണ്ഡപം എന്നറിയപ്പെടുന്നു. അവിടെ ഭക്തർ വിവിധ തരത്തിലുള്ള ആചാരങ്ങളും ചടങ്ങുകളും നടത്താറുണ്ട്. വെങ്കണ്ണ ചവന്ത എന്ന ഹൊസങ്കടി രാജാവ് 11-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രത്തെ ഒരു ശിലാനിർമ്മിതിയാക്കി മാറ്റി. പിന്നീട് കേളടി രാജവംശം ക്ഷേത്രത്തിന് ധാരാളം ഭൂമി അനുവദിച്ചു. മൈസൂർ മഹാരാജാക്കന്മാരും തിരുവിതാംകൂർ മഹാരാജാക്കന്മാരും ഈ ക്ഷേത്രത്തിന് അമൂല്യമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ടത്രേ. ഹലുഗല്ലു വീരസംഗയ്യ രാജാവ് ക്ഷേത്രത്തിന്റെ അകത്ത് വിലപിടിപ്പുള്ള കല്ലുകൾ ഇട്ടതായി പറയപ്പെടുന്നു. ക്ഷേത്രത്തിൽ ശ്രീകോവിൽ, ഒരു മണ്ഡപം, പിന്നിൽ ലക്ഷ്മി മണ്ഡപം എന്നിവ ഉൾപ്പെടുന്നു. ലക്ഷ്മി മണ്ഡപത്തിന് 135 അടി നീളമുണ്ട്. ഇതിന് 4 തൂണുകളാണുള്ളത്. ഈ തൂണുകൾ കൊത്തിയെടുത്ത മനോഹരമായ ചിത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഗണേശൻ, സുബ്രഹ്മണ്യൻ, നാഗം, മഹിഷാസുരമർദിനി, മാതൃദേവത അല്ലെങ്കിൽ ദേവി എന്നിങ്ങനെ വിവിധ രൂപത്തിലുള്ള ദേവീദേവന്മാരുടെ പ്രതിമകളാണ് മനോഹരമായ ശില്പങ്ങൾ. വളരെ വിശേഷപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ ഗർഭഗൃഹം. ഇവിടെയാണ് ആമയുടെ തല പോലെ ഉയർന്നു നിൽക്കുന്ന വലിയ ദീപസ്തംഭം. ഈ ദീപസ്തംഭത്തിന് 21 മനോഹരമായ വൃത്തങ്ങളുണ്ട്. എല്ലാ വിളക്കുകളും കത്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കാഴ്ച അതിമനോഹരമാണ്. ഭക്തരെ സംബന്ധിച്ച് ഇത് കാണുന്നത് തന്നെ ആനന്ദപ്രദമാണ്. ഈ തൂണിലിരിക്കുന്ന ഗണപതിയെ വിളിച്ചാണ് നവരാത്രി ഉത്സവം ആരംഭിക്കുന്നത്. ഗർഭഗൃഹത്തിനപ്പുറം ഇടനാഴിക്കുള്ളിലേക്ക് നീങ്ങുമ്പോൾ 4 തരം ഗണപതി വിഗ്രഹങ്ങളുണ്ട്. അവയിൽ ദശഭുജ ഗണപതിയും ബലമുറി ഗണപതിയും വെളുത്ത മാർബിൾ ഉപയോഗിച്ച് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. സർപ്പദോഷത്തിന്റെയും മറ്റു ദോഷങ്ങളുടെയും ദോഷഫലങ്ങൾ ഒഴിവാക്കാൻ ദേവിയുടെ എല്ലാ ഭക്തരും ആരാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സർപ്പചിത്രവുമുണ്ട് ഇവിടെ. പ്രദക്ഷിണത്തിന്റെ പുറം വശത്ത് മുരുകന്റെ വിഗ്രഹവും തുടർന്ന് സരസ്വതി, പ്രാണലിംഗേശ്വര, പാർത്ഥേശ്വരൻ, മുഖ്യപ്രാണൻ എന്നിവരുടെ വിഗ്രഹവും കാണാം. ഈ മുഖ്യപ്രാണൻ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് എതിർവശത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ രൂപത്തിന് സന്തുലിതാവസ്ഥ ഉണ്ടാക്കാനാണത്രേ ഇത്. വിവിധ ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ചെറിയ ആരാധനാലയങ്ങളാൽ അലങ്കരിച്ച പ്രധാന ശ്രീകോവിലിനെ വലയം ചെയ്യുന്ന മനോഹരമായ ഇടനാഴിയാണ് ക്ഷേത്രത്തിനുള്ളത്. മൂകാംബിക തീർത്ഥ എന്ന പേരുള്ള ഒരു തീർത്ഥഘട്ടം അതിന്റെ പരിസരത്തുണ്ട്. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാ വിസ്മയങ്ങളിൽ കല്ല്, ലോഹം, മരം എന്നിവയിൽ നിന്ന് സങ്കീർണമായ നിരവധി ശില്പങ്ങൾ ഉൾപ്പെടുന്നു. ഈ ശില്പങ്ങൾ ഹൈന്ദവ ദേവതകളെയും ഐതിഹ്യ കഥകളെയും ചിത്രീകരിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മൂകാംബികാ ദേവി വിഗ്രഹം വിലയേറിയ കല്ലുകളും മുത്തുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ചുവരുകളിലും തൂണുകളിലും കൊത്തുപണികൾ കാണാം. ഈ കൊത്തുപണികളിൽ ശിവന്റെയും പാർവതീദേവിയുടെയും കഥയും വിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ പോലുള്ള ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നു. ശില്പങ്ങൾക്കും കൊത്തുപണികൾക്കും പുറമെ ക്ഷേത്രത്തിലെ ദൈനംദിന പൂജാ ചടങ്ങുകളിൽ കത്തിക്കുന്ന ലോഹത്തിന്റെയും കൽവിളക്കുകളുടെയും മനോഹരമായ ശേഖരവും ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ്. ഈ വിളക്കുകൾ കത്തിക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ വിസ്മയിപ്പിക്കുന്ന അന്തരീക്ഷം ഭക്തിസാന്ദ്രമാവും. പ്രധാന ശ്രീകോവിലിലെ സ്വയംഭൂലിംഗത്തിൽ കുടികൊള്ളുന്ന മഹാദേവനെ ഉപദേവതാ സ്ഥാനത്ത് പ്രാണലിംഗേശ്വരൻ, പാർത്ഥേശ്വരൻ അഥവാ കിരാതമൂർത്തി, നഞ്ചുണ്ടേശ്വരൻ, ചന്ദ്രമൗലീശ്വരൻ എന്നീ പേരുകളിൽ വ്യത്യസ്തമായ 4 ഭാവങ്ങളിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഗണപതിക്ക് അഷ്ടദശഭുജ ഗണപതി, സ്തംഭഗണപതി, പഞ്ചമുഖ ഗണപതി എന്നിങ്ങനെ 3 രൂപങ്ങളാണ്. മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ശ്രീകൃഷ്ണൻ, വീരഭദ്രൻ, നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. മൂകാംബികയുടെ സേനാനായകനായ വീരഭദ്രനെ തൊഴുത ശേഷമാണ് ദേവീദർശനം നടത്തേണ്ടത് എന്നതാണ് ആചാരം. ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്തായി വലംപിരി അഥവാ ബലമുറി ഗണപതിയുടെ ഒരു ക്ഷേത്രവുമുണ്ട്. വടക്കോട്ട് ദർശനം നൽകുന്ന ഈ ഗണപതി ഭഗവാനെ തൊഴുത ശേഷം വേണം മതിൽക്കെട്ടിനകത്ത് ദർശനം നടത്താൻ എന്നാണ് വിശ്വാസം. വലംപിരി ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. സരസ്വതി മണ്ഡപത്തിൽ ഏകദേശം 2 അടി ഉയരം വരുന്ന സരസ്വതി വിഗ്രഹമുണ്ട്. സമീപത്തൊരു ഗണപതി വിഗ്രഹവും കാണാം. ഇത് വിദ്യാഗണപതിയായി സങ്കല്പിക്കപ്പെടുന്നു. ഇതിൽ ദിവസവും പൂജകൾ നടക്കുന്നുണ്ട്. അത്താഴ ശീവേലി സമയത്ത് ദേവിയെ ഇവിടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അല്പസമയം ഇരുത്തുന്നത് പ്രധാന ചടങ്ങാണ്. ഈ സമയത്ത് ദേവിയെ തൊഴുന്നത് വിദ്യാഭിവൃദ്ധിക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. അവിൽ നിവേദ്യമാണ് ഈ സമയത്തെ പ്രധാന വഴിപാട്. ദിവസവും ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ വന്ന് തങ്ങളുടെ നൃത്ത സംഗീത മികവുകൾ പ്രകടമാക്കാറുണ്ട്. ഒട്ടുമിക്ക ദിവസവും ഇവിടെ ധാരാളം കലാകാരന്മാരെ കാണാം.
സരസ്വതി മണ്ഡപത്തിന്റെ തൊട്ടടുത്ത് തിടപ്പള്ളിയും ഹോമപുരയും സ്ഥിതി ചെയ്യുന്നു. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി അടുത്തടുത്ത് 5 ശ്രീകോവിലുകൾ കാണാം. ഇവയിൽ ആദ്യത്തെ ശ്രീകോവിൽ പഞ്ചമുഖ ഗണപതി പ്രതിഷ്ഠയും മറ്റു 4 ശിവപ്രതിഷ്ഠകളുമാണ്. ശിവപ്രതിഷ്ഠകൾ കുടികൊള്ളുന്ന ശ്രീകോവിലുകളിലെ പ്രതിഷ്ഠകൾ യഥാക്രമം തെക്ക് നിന്ന് വടക്കോട്ട് പ്രാണലിംഗേശ്വരൻ, പാർത്ഥേശ്വരൻ, നഞ്ചുണ്ടേശ്വരൻ, ചന്ദ്രമൗലീശ്വരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. വ്യത്യസ്ത വലിപ്പങ്ങളിലുള്ള ശിവലിംഗങ്ങളാണ് ഇവിടെയുള്ളത്. നഞ്ചുണ്ടേശ്വരന്റെ ശ്രീകോവിലിൽ മാത്രമാണ് നന്ദിപ്രതിഷ്ഠയുള്ളത്. അതിനാൽ ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. പടിഞ്ഞാറേ ഗോപുരത്തിന് പുറത്ത് വടക്ക് ഭാഗത്തായി ഒരു ചെറിയ ക്ഷേത്രം കാണാം. ഇവിടെ ഉഗ്രരൂപിണിയായ ചാമുണ്ഡി അഥവാ കാളിയാണ് പ്രതിഷ്ഠ. ദേവീസങ്കല്പത്തിൽ 3 വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി 2 ശ്രീകോവിലുകൾ. ഇവയിൽ ഒന്നിൽ ഹനുമാനും മറ്റേതിൽ മഹാവിഷ്ണുവുമാണ് പ്രതിഷ്ഠകൾ. ലങ്കയിലേക്ക് ചാടാൻ ഒരുങ്ങി നിൽക്കുന്ന ഭാവത്തിലുള്ള വീരഹനുമാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 4 അടി ഉയരം വരുന്ന വിഗ്രഹം പൂർണ്ണമായും കുങ്കുമത്തിൽ പൊതിഞ്ഞിരിക്കുന്നു. ലക്ഷ്മി ദേവിക്കും ഭൂമി ദേവിക്കും ഒപ്പം നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ മഹാവിഷ്ണു വിഗ്രഹം. 4 കൈകളിലായി ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ കാണാം. വടക്കു ഭാഗത്ത് ദേവസ്വം ഓഫീസുകളും വഴിപാട് കൗണ്ടറുകളുമാണ്. ഇവിടെയാണ് ക്ഷേത്രത്തിലെ രഥങ്ങൾ ഉത്സവകാലം ഒഴിച്ചുള്ള സമയങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുക. വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ദക്ഷാന്തകനായ വീരഭദ്രൻ കുടികൊള്ളുന്നു. ദേവിയുടെ അംഗരക്ഷകനായാണ് ഇവിടുത്തെ വീരഭദ്രന്റെ സങ്കല്പം. വീരഭദ്രന്റെ ശ്രീകോവിലിന് സമീപം ഒരു തുളസിത്തറയും അതിന് ചുവട്ടിലുള്ള ഒരു പ്രത്യേക ദ്വാരത്തിൽ ഓടക്കുഴലൂതുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹവുമുണ്ട്.